പ്രിയ കേൾവിക്കാരാ, ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഒരു വിഷയത്തെ വളരെ വിശദമായി അവലോകനം ചെയ്യുന്ന നമ്മുടെ ഈ പുതിയ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഉം, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ബൈബിളിൽ ശരിക്കും എത്ര പുസ്തകങ്ങളുണ്ടെന്ന്? അതെ, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ ബൈബിളുകളും ഒരുപോലെയാണെന്നാണല്ലേ? കൃത്യം. പക്ഷേ കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കത്തോലിക്ക വിശ്വാസിയുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ 73 പുസ്തകങ്ങളുള്ളപ്പോൾ ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയുടെ ബൈബിളിൽ വെറും 66 പുസ്തകങ്ങൾ മാത്രമാണുള്ളത്. അതായത് കൃത്യം ഒരു 7 പുസ്തകങ്ങളുടെ വലിയൊരു വ്യത്യാസം. അതെ, 7 പുസ്തകങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കത്തിൽ ഇത്ര വലിയൊരു വ്യത്യാസം എങ്ങനെയുണ്ടായി എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ്. അതേക്കുറിച്ചാണ് നാം ഇന്ന് പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത്. ശരിയാണ്. നൂറ്റാണ്ടുകൾ നീണ്ട സംവാദങ്ങളും ചരിത്രപരമായ തീരുമാനങ്ങളും പിന്നെ ചിലപ്പോഴൊക്കെ സാമ്പത്തിക കാരണങ്ങൾ വരെ ഈ പുസ്തകങ്ങളുടെ എണ്ണത്തെ സ്വാധീനിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ചരിത്രപരമായ വിക്കിപീഡിയ ലേഖനങ്ങൾ, പ്രശസ്തമായ ദൈവശാസ്ത്ര ബ്ലോഗുകൾ, അതുപോലെ വിവിധ വീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്ന റെഡിറ്റ് ചർച്ചകൾ തുടങ്ങി നിരവധി ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ് ബൈബിളുകൾ തമ്മിലുള്ള ഈ വലിയ വ്യത്യാസത്തിനു പിന്നിലുള്ള ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ കാരണങ്ങൾ കണ്ടെത്തുക എന്നതാണ്. ഒരു സുഹൃത്ത് നിങ്ങളോട് ഈ കാര്യം വളരെ രസകരമായി വിശദീകരിക്കുന്നത് പോലെയാണ് നാം ഇതിനെ സമീപിക്കുന്നത്. തീർച്ചയായും. ഇവിടെ നാം യാതൊരു മതപരമായ പക്ഷവും പിടിക്കുന്നില്ല. മറിച്ച് ലഭ്യമായ ഉറവിടങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശരി, നമുക്കിതൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കത്തോലിക്ക ബൈബിളിലെ പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ 39 പുസ്തകങ്ങളുമാണ് ഉള്ളത്. പുതിയ നിയമത്തിൽ നോക്കിയാൽ രണ്ടിടത്തും 27 പുസ്തകങ്ങൾ വീതമാണുള്ളത്. അപ്പോൾ പഴയ നിയമത്തിലെ ആ 7 പുസ്തകങ്ങളിലാണ് പ്രധാന വ്യത്യാസം കിടക്കുന്നത്, അല്ലേ? അതെ. തോബിത്ത്, യൂദിത്ത്, ജ്ഞാനം, പ്രഭാഷകൻ അഥവാ സിറാഖ്, ബാറൂഖ്, പിന്നെ 1ഉം 2ഉം മക്കബായർ എന്നീ 7 പുസ്തകങ്ങളാണവ. ഇതിനു പുറമെ എസ്തറിന്റെയും ദാനിയേലിന്റെയും പുസ്തകങ്ങളിലെ ചില കൂട്ടിച്ചേർക്കലുകളും ഈ വ്യത്യാസത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ കൗതുകകരമായ കാര്യം എന്തെന്നാൽ ഈ പുസ്തകങ്ങളെ വിളിക്കുന്ന പേരുകൾ തന്നെ ഇരുവിഭാഗങ്ങൾക്കും വ്യത്യസ്തമാണ് എന്നതാണ്. കത്തോലിക്കർ ഇതിനെ രണ്ടാം കാനോൺ അഥവാ ഡ്യൂട്രോ കനോണിക്കൽ എന്ന് വിളിക്കുന്നു. അതായത് രണ്ടാമതായി അംഗീകരിക്കപ്പെട്ടവ എന്നർത്ഥത്തിൽ. അതെ, രണ്ടാമതായി അംഗീകരിക്കപ്പെട്ടവ. എന്നാൽ പ്രൊട്ടസ്റ്റന്റുകാർ ഇതിനെ വിളിക്കുന്നത് അപ്പോക്രിഫ എന്നാണ്. മറയ്ക്കപ്പെട്ടവ അല്ലെങ്കിൽ സംശയാസ്പദമായവയാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രിയ കേൾവിക്കാരാ, ഈ ബൈബിൾ പുസ്തകങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ചർച്ച വെറും ഈ 66ഉം 73ഉം തമ്മിലുള്ള വ്യത്യാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല കേട്ടോ. ഇല്ല. ലോകമെമ്പാടുമുള്ള മറ്റ് ക്രൈസ്തവ സഭകളുടെ ബൈബിളുകളിലേക്ക് നോക്കിയാൽ കാര്യങ്ങൾ ഇതിലും സങ്കീർണമാണ്. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുടെ ബൈബിളിൽ 79 പുസ്തകങ്ങളാണുള്ളത്. അതിൽ സങ്കീർത്തനം, 151, 3-ാം മക്കബായർ തുടങ്ങിയവ അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ ബൈബിളാകട്ടെ 88 പുസ്തകങ്ങളുള്ള വളരെ വലിയൊരു ഗ്രന്ഥമാണ്. അവിടെ ഹാനോക്കിന്റെ പുസ്തകം പോലെയുള്ളവ അതിലുൾപ്പെടുന്നു. ഈ ഹാനോക്കിന്റെ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പുതിയ നിയമത്തിലെ യൂദാസിൽ ശ്ലീഹായുടെ ലേഖനത്തിൽ ഈ ഹാനോക്കിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വരികൾ നേരിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണല്ലേ. അതായത് ഇന്ന് പലരും ബൈബിളിന് പുറത്താണെന്ന് കരുതുന്ന ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ ബൈബിളിലെ പുതിയ നിയമത്തിൽ തന്നെ എഴുതിവച്ചിട്ടുണ്ട് എന്നത്. ബൈബിൾ എന്നത് എല്ലാ സഭകൾക്കും കൃത്യം ഒരേപോലെയുള്ള ഒരൊറ്റ പട്ടികയല്ല എന്ന് ഇതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ശരിയാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങളുടെ യഥാർത്ഥ വേരുകൾ തേടി നാം യേശുവിന്റെയും അപ്പോസ്തലന്മാരുടെയും കാലഘട്ടത്തിലേക്ക്, അതായത് 1-ാം നൂറ്റാണ്ടിലേക്ക് പോകേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ച് ഇസ്രയേലിന് പുറത്ത് ജീവിച്ചിരുന്ന യഹൂദർ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് സെപ്റ്റ്വേജന്റ് എന്നറിയപ്പെടുന്ന പഴയ നിയമത്തിന്റെ ഗ്രീക്ക് വിവർത്തനമായിരുന്നു. BC 3-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ട്രിയയിൽ വെച്ച് 70 പണ്ഡിതന്മാർ ചേർന്ന് ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തതുകൊണ്ടാണ് ഇതിന് സെപ്റ്റ്വേജന്റ് എന്ന പേര് ലഭിച്ചത്. ഗ്രീക്ക് പരിഭാഷയിൽ നമ്മൾ മുൻപ് പറഞ്ഞ ഈ 7 ഡ്യൂട്ടിറോ കാനോണിക്കൽ പുസ്തകങ്ങളും
ഉൾപ്പെട്ടിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യേശുവും അപ്പോസ്തലന്മാരും പുതിയ നിയമത്തിൽ പഴയ നിയമത്തെ ഉദ്ധരിക്കുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അതിൽ 90% അവർ ഉദ്ധരിച്ചിരിക്കുന്നത് ഈ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റോജന്റിൽ നിന്നാണ്, അല്ലാതെ ഹീബ്രു ബൈബിളിൽ നിന്നല്ല. ആദ്യകാല ക്രൈസ്തവ സമൂഹം ഉപയോഗിച്ചിരുന്ന ബൈബിളിൽ ഈ 7 പുസ്തകങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അവർ ഈ ഗ്രീക്ക് ബൈബിൾ ഉപയോഗിച്ച് യേശുവാണ് മിശിഹ എന്ന് സമർത്ഥിക്കാൻ തുടങ്ങി. ഇത് അന്നത്തെ യഹൂദ നേതൃത്വത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറുകയും ചെയ്തു. അപ്പോഴാണ് AD 90-ൽ യഹൂദർ ജാംനിയ എന്ന സ്ഥലത്ത് ഒരു കൗൺസിൽ കൂടുന്നത്. ജാംനിയ കൗൺസിൽ എന്നാണ് ചരിത്രത്തിൽ ഇതറിയപ്പെടുന്നത്. അവിടെ വെച്ച് അവർ ഹീബ്രു ഭാഷയിലുള്ള 39 പുസ്തകങ്ങൾ മാത്രമുള്ള കാനൻ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഗ്രീക്കിലുള്ള പുസ്തകങ്ങളെ അവർ പൂർണ്ണമായും ഒഴിവാക്കി. വളർന്നുവരുന്ന ക്രിസ്തുമതത്തിനെതിരെയുള്ള ഒരു ശക്തമായ പ്രതിരോധം കൂടിയായിരുന്നു അത് എന്ന് പറയാം. യഹൂദർ ആ പുസ്തകങ്ങളെ ഒഴിവാക്കിയെങ്കിലും ആദ്യകാല ക്രിസ്ത്യാനികൾ അത് കൈവിട്ടില്ല. അവർ തങ്ങളുടെ ഗ്രീക്ക് ബൈബിൾ തന്നെ തുടർന്നും ഉപയോഗിച്ചു പോന്നു. ഇതൊരു വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ ക്രിസ്ത്യൻ സഭ ആദ്യകാലം മുതൽക്കേ ഈ 73 പുസ്തകങ്ങൾ അംഗീകരിച്ചിരുന്നതായി കാണാൻ കഴിയും. അതെ, AD 382-ലെ റോം കൗൺസിൽ, 393-ലെ ഹിപ്പോ കൗൺസിൽ, 397-ലെ കാർത്തേജ് കൗൺസിൽ എന്നിവയെല്ലാം ഈ 73 പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഔദ്യോഗികമായി ശരിവയ്ക്കുന്നുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ ഈ പുസ്തകങ്ങളെ ശക്തമായി പിന്തുണച്ചു. വിശുദ്ധ ജെറോമിന് ഈ 7 പുസ്തകങ്ങളുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഹീബ്രുവിൽ ഇല്ലാത്തതുകൊണ്ട് അവയെ ഉൾപ്പെടുത്താൻ അദ്ദേഹം ആദ്യം മടിച്ചിരുന്നു. പക്ഷെ അവസാനം വിശുദ്ധ ജെറോം സഭയുടെ തീരുമാനത്തിന് വഴങ്ങുകയും ലത്തീൻ വൂൾഗേറ്റ് പരിഭാഷയിൽ ഈ പുസ്തകങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ തുടർന്നുള്ള നൂറ്റാണ്ടുകളോളം ആ 73 പുസ്തകങ്ങൾ തന്നെയായിരുന്നു ക്രൈസ്തവ ലോകത്തെ ബൈബിൾ. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. നൂറ്റാണ്ടുകളോളം കാര്യങ്ങൾ ഇങ്ങനെ വലിയ മാറ്റങ്ങളില്ലാതെ തുടർന്നു. പിന്നീടാണ് 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ നടന്ന നവീകരണ പ്രസ്ഥാനം വരുന്നത്. അവിടെ നിന്നാണ് ബൈബിളിലെ പുസ്തകങ്ങളുടെ എണ്ണം വീണ്ടും മാറ്റിയെഴുതപ്പെടുന്നത്. 1000-ലധികം വർഷങ്ങളായി സഭ ഉപയോഗിച്ചിരുന്ന 73 പുസ്തകങ്ങൾക്കു പകരം പഴയ AD 90-ലെ ജാംനിയ കൗൺസിലിലെ യഹൂദർ അംഗീകരിച്ച 39 പുസ്തകങ്ങൾ മാത്രമുള്ള ഹീബ്രു കാനോണാണ് ശരിയായ പഴയ നിയമം എന്നവർ വാദിച്ചു. ലൂഥർ ഈ തിരുത്തലുകൾ പഴയ നിയമത്തിൽ മാത്രം ഒതുക്കി നിർത്തിയില്ല എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം. പുതിയ നിയമത്തിലെ യാക്കോബ്, യൂദാസ്, എബ്രായർ, വെളിപാട് എന്നീ പുസ്തകങ്ങളെയും അദ്ദേഹം വളരെ സംശയത്തോടെയാണ് കണ്ടത്. യാക്കോബിന്റെ ലേഖനത്തെ അദ്ദേഹം വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ ലേഖനം എന്നുപോലും അല്ലേ വിളിച്ചത്. ശരിയാണ്. തന്റെ ദൈവശാസ്ത്രത്തിന് ചേരാത്തതുകൊണ്ട് അതിന് യാതൊരു വിലയുമില്ലെന്ന് അദ്ദേഹം കരുതി. എങ്കിലും മറ്റ് സഭാനേതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് പുതിയ നിയമത്തിലെ ആ 27 പുസ്തകങ്ങളെയും അദ്ദേഹം നിലനിർത്തി. പക്ഷേ പഴയ നിയമത്തിലെ ആ 7 പുസ്തകങ്ങളെ അദ്ദേഹം അപ്പോക്രിഫ എന്ന പേരിൽ മാറ്റി നിർത്തി. ഈ 7 പുസ്തകങ്ങളെ ഒഴിവാക്കാൻ അവർക്ക് പ്രധാനമായും 3 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമതായി, ഇത് ഹീബ്രു ബൈബിളിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെ. രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകങ്ങളിലെ ചില ചരിത്രപരമായ തെറ്റുകളാണ്. അതെ, യൂദിത്തിന്റെ പുസ്തകത്തിൽ നെബുക്കദ്നേസറിനെ അസീറിയക്കാരുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം ബാബിലോണിയൻ രാജാവായിരുന്നു. അതുപോലെ തോബിത്തിന്റെ പുസ്തകത്തിലെ കാലഗണനകളിലും ഭൂമിശാസ്ത്രത്തിലും വലിയ പൊരുത്തക്കേടുകളുണ്ട്. ഇതിൽ മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം ദൈവശാസ്ത്രപരമായ വിയോജിപ്പുകളായിരുന്നു. കത്തോലിക്ക സഭയുടെ ശുദ്ധീകരണ സ്ഥലം അഥവാ പർഗേറ്ററി എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന രീതിയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ രണ്ടാമത്തെ മക്കബായരുടെ പുസ്തകം അനുകൂലിക്കുന്നുണ്ട്. അതുപോലെ ദാനധർമ്മങ്ങൾ പാപപരിഹാരം നൽകുമെന്ന് സിറാക്കിന്റെ പുസ്തകം പറയുന്നു. കൂടാതെ മാലാഖമാർ മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നതായി തോബിത്തിന്റെ പുസ്തകത്തിലും കാണാം. വിശ്വാസത്തിലൂടെ മാത്രമുള്ള രക്ഷ അഥവാ സോലാ ഫിഡെ, അതുപോലെ തിരുവചനം മാത്രം അഥവാ സോലാ സ്ക്രിപ്ചുറ എന്നീ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾക്ക് ഇത് പൂർണ്ണമായും എതിരായിരുന്നു. ഈ ആശയപരമായ പോരാട്ടമാണ് സത്യത്തിൽ പുസ്തകങ്ങളെ പുറത്താക്കാൻ ഏറ്റവും വലിയ കാരണമായത്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട്. കത്തോലിക്ക സഭ ഇതിനെ എങ്ങനെയാണ് നേരിട്ടത് എന്നത്. ലൂഥർ പറഞ്ഞ പല വാദങ്ങൾക്കും പിന്നീട് ചരിത്രം തന്നെ മറുപടികൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഈ പുസ്തകങ്ങൾ ഗ്രീക്ക് ഭാഷയിൽ മാത്രം ഉണ്ടായതല്ല.
20-ാം നൂറ്റാണ്ടിൽ കണ്ടുകിട്ടിയ ചാവുകടൽ ചുരുളുകളിൽ ഈ പുസ്തകങ്ങളുടെ ഹീബ്രു അരാമിക് പതിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അത് വളരെ നിർണായകമായ ഒരു വിവരമായിരുന്നു. അതെ. അതുപോലെ സോളാ സ്ക്രിപ്ചറ എന്ന വാദത്തെയും കത്തോലിക്കർ ചോദ്യം ചെയ്യുന്നുണ്ട്. കത്തോലിക്കാവാദം അനുസരിച്ച് ലൂഥർ സ്വന്തം ദൈവശാസ്ത്രത്തിനനുസരിച്ച് ബൈബിൾ തിരുത്തിയിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ മാത്രമെന്ന വാക്ക് അദ്ദേഹം തന്റെ ജർമ്മൻ വിവർത്തനത്തിൽ മനഃപൂർവ്വം കൂട്ടിച്ചേർത്തതാണ്. തന്റെ സോളാ ഫിഡെ വാദങ്ങൾ ഉറപ്പിക്കാൻ അദ്ദേഹം ബൈബിളിൽ മാറ്റങ്ങൾ വരുത്തി എന്നാണ് ഈ വിമർശനം. പിന്നെ നാം പലപ്പോഴും കേൾക്കുന്ന മറ്റൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. 1546-ൽ നടന്ന ട്രെന്റ് കൗൺസിലിലാണ് പ്രൊട്ടസ്റ്റന്റുകാർക്കെതിരെ കത്തോലിക്ക സഭ പുതുതായി ഈ 7 പുസ്തകങ്ങൾ ബൈബിളിൽ തിരികെ കയറ്റിയത് എന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതല്ല. സഭ 1200 വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന ബൈബിൾ കാനൻ ഔദ്യോഗികമായി ഒന്നുകൂടി ഉറപ്പിക്കുക അഥവാ റീഅഫേം ചെയ്യുക മാത്രമാണ് കൗൺസിൽ ഓഫ് ട്രെന്റിൽ ചെയ്തത്. പുതിയതായി അവരൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ചരിത്രവും ദൈവശാസ്ത്രവും ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ ഉറവിടങ്ങളിലൊന്നായ റെഡ്ഡിറ്റിൽ നിന്ന് കിട്ടിയ ഒരു കൗതുക വിവരം വളരെ രസകരമാണ്. ആദ്യകാല പ്രൊട്ടസ്റ്റന്റ് ബൈബിളുകളിൽ, അതായത് ആദ്യകാല കിങ് ജെയിംസ് വേർഷനിലൊക്കെ ഈ 7 പുസ്തകങ്ങൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലായി അച്ചടിച്ചിരുന്നു. അവയെ പൂർണ്ണമായും ഒഴിവാക്കിയത് അച്ചടി ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അത്. ദൈവശാസ്ത്രപരമായ വലിയ കാരണങ്ങളെക്കാൾ അവിടെ പ്രവർത്തിച്ചത് പ്രായോഗികമായ അച്ചടി ചെലവുകളാണ് എന്നത് ഒരു വലിയ വിരോധാഭാസമാണ്. തീർച്ചയായും. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? നിങ്ങൾ ഇന്ന് വായിക്കുന്ന ബൈബിൾ കേവലം ആകാശത്തു നിന്നു പൊട്ടിമുളച്ചൊന്നല്ല. നൂറ്റാണ്ടുകൾ നീണ്ട സംവാദങ്ങളുടെയും ചരിത്രത്തിന്റെയും വിവർത്തനങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഒക്കെ ഫലമാണ് നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ആ പുസ്തകം. മതപരമായ അതിർവരമ്പുകൾക്കപ്പുറം ഈ ചരിത്രം മനസ്സിലാക്കുന്നത് ക്രൈസ്തവ ചരിത്രത്തിന്റെ വൈവിധ്യത്തെ കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളാൻ നിങ്ങളെ സഹായിക്കും. വലിയ വിവരങ്ങളുടെ ലോകത്ത് ആശയക്കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതൊരു വഴികാട്ടിയാണ്. അതെ, ഓരോ വിഭാഗത്തിനും അവരുടേതായ ന്യായങ്ങളും ചരിത്രപരമായ പിൻബലവുമുണ്ട് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണല്ലോ. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. പ്രിയ കേൾവിക്കാരാ, ദൈവശാസ്ത്രപരമായ വലിയ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും കേവലം അച്ചടി ചിലവ് ചുരുക്കുക എന്ന സാമ്പത്തിക കാരണത്താൽ ബൈബിളിൽ നിന്നും പുസ്തകങ്ങൾ അപ്രത്യക്ഷമായി എന്നത് നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നില്ലേ? പണവും സാങ്കേതിക വിദ്യയും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഇന്നത്തെ രൂപത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാകും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.